അച്ഛനും നാട്ടുകാരും വേളയാൽ കേണുവാഴ്വതായി കണ്ട അച്ഛനോട് ഓതി കന്യ ഉറ്റു പൊട്ടിച്ചു നോർക്കയാൽ താതാ കാട്ടിൽ കളിക്കെ ഞാൻ കണ്ടേൻ വള്ളിപ്പടർന്നതായി ഉറപ്പേറും ചിതൽപ്പറ്റുന്ന അതിദ്വാരങ്ങൾ ചേർന്നതായി വെളിച്ചം കണ്ടു ഞാൻ മിന്നാമിനുങ്ങുന്ന കണക്കതിൽ ഖ്യാതോതമെന്നോർത്ത് മുള്ളാൽ തോണ്ടി നോക്കിയ വേളയിൽ നനഞ്ഞതായി കണ്ടു മുള്ളിനഗ്രം ഞാൻ നൃപപുങ്കവ കേട്ടേൻ കുറ്റിനടുവിലായി നേർത്ത ആഹാദിനാദം. അവ ഈ മുള്ളങ്ങോട്ട് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തുനിന്ന് രോദനം. ആർക്കാ വേദന ഉണ്ടാകത്തില്ലയോ? അത് വെച്ച് കണ്ണാ പൊട്ടിച്ചേക്കും. ഇത് വേദനയുണ്ടാകും. അങ്ങനെ അച്ഛനോട് ഈ വിവരം എന്തെന്നിട്ടമ്പരന്ന് പോയി പെട്ടെന്ന് ഞാൻ നൃപ കുത്തി തോണ്ടിയതും ഏതെന്നറിയില്ലവൻ സുകന്യ മൃദുവായവൻ ചെന്നത് കേട്ടുമെന്നവൻ മുനിദ്രോഹമെന്നതായി കണ്ടണഞ്ഞാൻ ക്ഷിപ്രമാസ്ഥലം അങ്ങ് കണ്ടാലവൻ കേണുവാഴുമാ ചവനവൃഷി പൊട്ടിച്ചു മുനിദേഹത്തെ പൊരിഞ്ഞ ചിതലിൻ ഗൃഹം സാഷ്ടാംഗമായി മുനിയെ വീണുകൂപ്പി സ്തുതിച്ചുടൻ തൊഴുതു കയ്യത്തു ചൊന്നാർ ആ ഭൂപൻ വിനയപൂർവം കുഞ്ഞാമൻ കളിക്കാട്ടിൽ കളിക്കവേ ചെയ്തു പോയി മുനി ഓർക്കാതെ ഈ തെറ്റ് പുറത്താലുമങ്ങ് മഹാമതി. എന്റെ മോള് കുഞ്ഞറിയാതെ ചെയ്തു തെറ്റാ, നല്ല വരിക അല്ലയോ? മോളറിയാതെ ചെയ്ത് ഒരാളെ കണ്ണു കുത്തി പൊട്ടിച്ചു, അതാ പറ്റിയ തെറ്റ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ. കോവിക്കല്ല മുനിമാരെന്ന് കേട്ടാൻ മുനീശ്വര കേട്ടേൻ മുനീശ്വര. അതിനാൽ ആ കുഞ്ഞു ചെയ്ത ബുദ്ധികേട് പൊറുക്കണം. അപ്പോൾ എൻ്റെ മോള് ചെയ്ത തെറ്റ് പൊറുക്കണം. മുനിമാര് കോപിക്കത്തില്ലെന്നാ പറയുന്നത്. ഈ മുനിമാരുടെ കോപമായി കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഏതെല്ലാം മുനിമാര് കോപിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുക. അതിനെല്ലാം ആരാ അവതാരം സ്വീകരിക്കുന്നത്? ഭഗവാൻ അവതരിക്കുന്നു. സനകാദികളും ശപിച്ചു അല്ലേ? സനകാദികൾ ശപിച്ചു കഴിഞ്ഞപ്പം രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തവത്തനും ഇരണ്യാക്ഷനും ഇരണ്യകശിപു ആയിരുന്നു. മുനിമാരാരും ശപിക്കത്തില്ല. പക്ഷേ ശാപം ഒരനുഗ്രഹമാണ്. അവർ ശപിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എവരുടെ ഉള്ളിൽ തമസ് കിടപ്പുണ്ടെങ്കിൽ ആ തമസ് പൂർണ്ണമായിട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജന്മമല്ല അനേക ജന്മം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ ശപിച്ചത്. അപ്പം ശപിച്ചാൽ ശാപമോക്ഷം കൂടെ കൊടുക്കാൻ കഴിവുവേണം. അപ്പം നമ്മൾ നേരെ തിരിച്ചാ. ശാപമോക്ഷം നമ്മുടെ ഇല്ല, ശപിക്കാൻ നമ്മൾ എടുക്കല അല്ലയോ? രാവിലെ ഒരു വൈകുന്നവരെ ശാപമാണ്. ഞങ്ങളുടെ ഒരു വലിയ കാലിനും ഒരു കൊച്ചു കാലിനും ഇല്ലയോ? അച്ഛനും മോനും കുഴപ്പക്കാരാണെങ്കിൽ പറയും ഞങ്ങളുടെ ഒരു വലിയ കാലിനും കൊച്ചു കാലം. അപ്പം രണ്ട് കാലന്മാരാണ്, ആകെ ഒരു കാലനേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങ് സൃഷ്ടിക്കുമോ ഒരു കാലനെ ഇല്ലയോ? വലിയ കാലിനും കൊച്ചു കാലിനും. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ ഈ മുനിമാരുടെ ആ കോപത്തെ പറ്റി പറയും. നൃപന്റെ ഈ വാക്ക് കേട്ട് നൃപനെ പാരമാർത്തനായി വിനയാന്യതായി കണ്ടു ചൊന്നാൻ ജവനഋഷി അണയാറില്ല ഞാൻ കോപം തരുമ്പും സതതം നൃപ മകളി രുച തീർത്തിട്ടും ശപിച്ചില്ല ഭവാനെ ഞാൻ. പാപങ്ങളെയും ചെയ്യാത്തോരൻ കണ്ണിൽ പീഡയേർക്കയാൽ ഉണ്ടായി പാപത്താലാവാൻ നിന്റെ ഈ ദുഃഖ കാരണം. ദേവീ ഭക്തൻ വന്തെറ്റു ചെയ്തൊരാളെയും മറ്റിലും സുഖിയായി വരാ സാക്ഷാൽ ശിവൻ തൻ രക്ഷ ചെയ്തിടും. അതായത് ദേവീ ഭക്തന്മാരെ ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിവന് പോലും പ്രയാസമാണ് അത് തീർക്കാൻ. അതുകൊണ്ടാണ് ദേവി നാമം ജപിക്കുന്നവർ, അമ്മയുടെ നാമം ജപിക്കുന്നവരെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. വേദനിപ്പിച്ചു പോയാൽ ശിവൻ വിചാരിച്ചാൽ പോലും രക്ഷയില്ല എന്നാണ് ഇവിടെ പറയുന്നത്.
കാഴ്ചയറ്റിമത്ത് വയോവൃദ്ധനെന്തു ചെയ്യുണ്ടോ ഭൂപതേ, ആരുണ്ട് എനിക്ക് പരിചര്യകൾ ചെയ്യുവാൻ? ഞാൻ നൃപോത്തമാ, ഒട്ടേറെ സേവകന്മാരെ ശുശ്രൂഷയ്ക്കായി നിർത്തുവാൻ പുറത്താലും നീണ്ടു നിൽക്കാ വിപ്രവം മുനീശ്വര. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, സേവകരെ ഇഷ്ടം പോലെ അങ്ങോട്ട് തരാം, ഇഷ്ടം പോലെ സേവകരെ തരാം. അതുകൊണ്ട് പുറക്കണേ മുനീശ്വരൻ. എടാ, അതുകൊണ്ട് വല്ല കാര്യമുണ്ട്? നീ ഇഷ്ടം പോലെ സേവകരെ തരും, അവരെന്ത് ചെയ്യും? അവർക്ക് തോന്നുന്നത് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ അവസ്ഥ അറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ആവശ്യം. എന്തു വേണമെന്ന് പറഞ്ഞാണ്ട് ഞാൻ ചെയ്യാവുന്നത്. ഞാൻ ചോദിക്കുന്നത് തരാൻ തയ്യാറാണ്. സമ്മതിച്ചു രാജു. എങ്കിലേ നിന്റെ മകളായിരിക്കുന്ന സുകന്യയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഇടിപെട്ടിയ പോലെ പോയി. സുകന്യക്ക് എത്ര വയസ്സുണ്ട്? 24 കഴിഞ്ഞതേ ഉള്ളൂ. ഈ ചവനമക്ഷിക്കോ അയാളുടെ 70-75 വയസ്സായി. 75 വയസ്സായ ചവനമഹർഷിയെ എത്ര വയസ്സുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്? 24 വയസ്സുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇടിവെട്ടിയ പോലെ ആയി. രാജാവ് വിഷമിച്ചു. മകളോട് ചോദിക്കാനോ പറയാനോ പറ്റുമോ? പറയാൻ കഴിഞ്ഞപ്പോൾ അച്ഛാന്ന് പറഞ്ഞു. ആരും വന്നു, മോള് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മകളെ എന്താ മകളെ എന്ന് വിളിച്ചത്? നീ രാജകുലത്തിന് കളങ്കം വരുത്തരുത്. കാരണം ഈ കളവന്റെ കഴുത്തിന് പിടിച്ച് ഒന്നിച്ചു പോയി വേറെ ആളെ സ്വീകരിക്കരുത്, രാജകുലത്തിന് കളങ്കമാവും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യരുതെന്നുള്ളതാണ് മകളെ എന്ന് വിളിച്ചത്. ഇല്ല, ഞാനങ്ങനെ ഒരിക്കലും അപരാധം പ്രവർത്തിക്കത്തില്ല. അങ്ങനെ ചവന മഹർഷിക്ക് ആരെ വിവാഹം കഴിച്ചു കൊടുത്തു? സുകന്യയെ വിവാഹം കഴിച്ചു കൊടുത്തു. സുകന്യ തൻ്റെ കൃത്യം നല്ല അർപ്പണഭാവത്തോടു കൂടി ചെയ്തിരുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ വിളിക്കും ഭർത്താവിനെ. വിളിച്ചിട്ട് ദൂരെ കൊണ്ടിരുത്തും ബാഹ്യവൃത്തിക്കാൻ. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചെന്ന് വിളിച്ചോണ്ട് വരും. ചൂടുകാലത്ത് വെള്ളം കോരി വെച്ച് തണുപ്പിച്ച് കുളിപ്പിക്കാൻ